ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1997 ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ സയൻസ് ഫിക്ഷൻ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു മൂവി ആ ഒരു സമയത്ത് തന്നെ അത്രയും വലിയൊരു കളക്ഷനാണ് നേടിയിട്ടുള്ളത്. 1977 അത്രയും വലിയൊരു കളക്ഷൻ ഈ ഒരു മൂവി നേടണമെന്നുണ്ടെങ്കിൽ എത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു മൂവിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതെല്ലാം എന്താണെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതുപോലെ അത് ഈ ഒരു മൂവിയുടെ ഡയറക്ടർ ആരാണെന്ന് വെച്ചാൽ സ്റ്റീവൻ സ്പിൽബർഗ് എന്ന് കേട്ടിട്ടില്ലേ? ഇന്ത്യാന ജോൺസ്, ജുറാസിക് പാർക്ക്, ട്രാൻസ്ഫോർമേഴ്സ്, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ, സൈഫൈ ആയിട്ടുള്ള അതുപോലെയുള്ള സിനിമകളെല്ലാം എടുത്ത ആ ഒരു പുള്ളി തന്നെയാണ് ഈ ഒരു മൂവി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് കാണാം. അപ്പോൾ മൂവിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ എന്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ആ ഒരു ലൈക്കും അടിച്ച് പിന്നെ ആ ഒരു ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ മെക്സിക്കോയിലെ ഒരു മരുഭൂമി പ്രദേശത്ത് നല്ല രീതിയിൽ മണൽ കാറ്റ് വീശുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ കുറച്ച് സയൻറ്റിസ്റ്റ് വന്നിങ്ങനെ ഇറങ്ങാണ്. ഇവരിപ്പോൾ വരാനായിട്ട് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ റഡാറിലെ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ഫ്ലൈറ്റ് ഉള്ളതായിട്ട് സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അതനുസരിച്ചാണ് എല്ലാവരും ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും അവിടേക്ക് വരുന്നതും അവിടെയുള്ള ആർക്കും ഇംഗ്ലീഷ് അങ്ങനെ അറിയത്തില്ല, കൂടുതലായിട്ടും ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. അങ്ങനെ അയാളെ വെച്ചിട്ട് ഇവരോട് സംസാരിച്ച് ആ ഒരു ഫ്ലൈറ്റെല്ലാം ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഇവരെല്ലാവരും കൂടി അവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരും ഓടി ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട്. പെട്ടെന്ന് വന്നവരാണെങ്കിൽ ചാടി കയറിയിട്ട് ഈ ഒരു ഫ്ലൈറ്റ്സിൻ്റെ സീരിയൽ നമ്പറുകളുണ്ടല്ലോ അതെല്ലാം കറക്റ്റാണോ ഇല്ലയെന്നെല്ലാം ഇങ്ങനെ നോക്കുന്നു. അപ്പോഴാണ് എല്ലാവർക്കും ഒരു ഷോക്കായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 1945 ബെർമുഡ ട്രയാങ്കിൾ ഉണ്ടല്ലോ അവിടെ വെച്ച് കാണാതായിട്ടുള്ള ഫ്ലൈറ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ ബെർമുഡ ട്രയാങ്കിളിൽ വെച്ചിട്ട് കാണാതായ ആ ഒരു ഫ്ലൈറ്റുകൾ ഇവിടെ എങ്ങനെ ഒരു കുഴപ്പമില്ലാതെ വന്നു എന്നാണ് ആർക്കും മനസ്സിലാവാത്തത്. അതുമല്ലാതെ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് ആയിട്ട് ഒരു കേടുപാടും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അതും കൂടാതെ ഫുള്ളായിട്ടും ഫ്യൂവലും ഉണ്ട്. പിന്നെ അതിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഫ്ലൈറ്റ് ഓടിച്ച പൈലറ്റ്സ് ഉണ്ടല്ലോ അവരുടെ ഫാമിലി ഫോട്ടോസ് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് മാത്രമേ ഇവിടെയുള്ളൂ, അത് ഓടിച്ച പൈലറ്റ്സിനെയൊന്നും ഇവിടെ കാണാനില്ല. അങ്ങനെ ഇവർ ആ ഒരു ഫ്ലൈറ്റുകളെല്ലാം ഓണാക്കി നോക്കുമ്പോഴത്തേക്കും എഞ്ചിനൊന്നും ഒരു കുഴപ്പമില്ലാതെ വർക്കാവുന്നു. അങ്ങനെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ അവരെല്ലാവരും അവിടെ താമസിക്കുന്ന ഒരു വയസ്സായിട്ടുള്ള ഒരു അപ്പൂവനുണ്ട്, അയാളോട് പോയി ഇങ്ങനെ ചോദിക്കും, അല്ല രാത്രിയിൽ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അപ്പൂവൻ പറയും, രാത്രിയിൽ ഇവിടെ ഭയങ്കരമായിട്ട് സൂര്യപ്രകാശം അടിച്ചിരുന്നു. ആ ഒരു പ്രകാശത്തിലാണെങ്കിൽ എൻ്റെ മുഖം ചെറിയ രീതിയിൽ പൊള്ളിയിട്ടുമുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ഫ്ലൈറ്റ്സ് എല്ലാം ഇവിടെ കണ്ടതും. അതുമല്ലാതെ ഈ ഒരു ഫ്ലൈറ്റിൽ നിന്നും ആ ഒരു സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള മ്യൂസിക് എല്ലാം പ്ലേ ആയിരുന്നു. അങ്ങനെ ഇത് കേൾക്കുന്നതും ആ ഒരു സയൻറ്റിസ്റ്റ് എല്ലാം നല്ല രീതിയിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. രാത്രി ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും വന്നത്, ഒരുപക്ഷെ ഏലിയൻ ഷിപ്പുകളായിരിക്കുമോ എന്നുള്ള രീതിയിലും എല്ലാവർക്കും സംശയമുണ്ട്. അതേസമയം അവിടെ കട്ട് ചെയ്തിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇന്ത്യാന എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റാണ് കാണിക്കുന്നത്. കാണിക്കുമ്പോഴത്തേക്കും അവിടെയുള്ളൊരു വീടിനകത്ത് ഒരു ചെറിയ പയ്യൻ ഉറങ്ങിക്കിടക്കാണ്. പെട്ടെന്നാണ് അവൻ്റെ റൂമിൽ അവിടുത്തെ റേഡിയോ തനി എങ്ങനെ ഓണായിട്ട് മ്യൂസിക് എല്ലാം കേൾക്കുന്നു. അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി ഇവനും പതിയെ എഴുന്നേറ്റ് അങ്ങനെ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും അവൻ കളിക്കാൻ ഉപയോഗിക്കുന്ന അവൻ്റെ പാവകളുണ്ടല്ലോ, പാവ, കാറ്, ഇതെല്ലാം അതിലിപ്പോൾ തനിയെ വർക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ചെറിയ പയ്യൻ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കിച്ചണിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ പെട്ടെന്ന് കിച്ചണിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടിപ്പോകും. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും താഴെ വീണ് കിടക്കുന്നതായിട്ടും ഇവനിങ്ങനെ കാണുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ആരോ വന്നിട്ട് ഇതെല്ലാം കഴിച്ച് അവിടെയുള്ള ചെറിയ ഹോള് വഴി വെളിയിലേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നത് പോലെ അവൻ കാണും. അപ്പോഴേക്കും ആ ഒരു ചെറിയ പയ്യൻ അങ്ങനെ നോക്കുന്നതും അവൻ്റെ മുന്നിലെ എന്തോ ഒന്ന് കണ്ടിട്ട് അവന് വളരെ സന്തോഷത്തോടെ തന്നെ അതിനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. പക്ഷെ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. അതേസമയം ആ ഒരു ചെറിയ പയ്യൻ്റെ അമ്മ, ആ ഒരു അമ്മയാണെങ്കിൽ അവരുടെ റൂമിൽ ഉറങ്ങിക്കിടക്കാണ്. അപ്പോഴേക്കും ചെറിയ പയ്യൻ്റെ കാറും ബൈക്കും കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇപ്പോൾ ഓടി ഓടി ഈ അമ്മയുടെ മുറിയിലേക്ക് വരുന്നതും ഈ ഒരു ശബ്ദം കേട്ട് ആ ഒരു അമ്മ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഈ സമയത്ത് അവൻ എന്താ ചെയ്യുന്നത് എന്നും പറഞ്ഞ് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു ചെറിയ പയ്യനെ അവിടെ കാണാനില്ല. അവനിപ്പോൾ എവിടെയാ പോയത് എന്ന് പറഞ്ഞിട്ട് നേരെ ജനാല വഴി താഴേക്ക് നോക്കുമ്പോഴത്തേക്കും വെളിയിൽ ആ ഒരു ചെറിയ പയ്യൻ എന്തോ ഒന്ന് കണ്ടിട്ട് അതിനെ ഫോളോ ചെയ്തിങ്ങനെ ഓടിപ്പോകുന്നു. അങ്ങനെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തത് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മൂവിലെ ഹീറോയാണ് കാണിക്കുന്നത്. അവൻ്റെ പേര് റോയ് എന്നാണ്. നമ്മുടെ റോയ് ആണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ലൈൻമാനാണ്. അപ്പോൾ തൻ്റെ മകനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവനോടൊപ്പം ജോലി ചെയ്യുന്ന ഒരാൾ അവനെ വിളിച്ചിട്ട്, ഏയ് പെട്ടെന്ന് അവിടെ നിന്ന് എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയിട്ട് സിറ്റിയിലുള്ള ലൈനുകൾക്കെല്ലാം എന്ത് സംഭവിച്ചെന്ന് നോക്ക്. കാരണം സിറ്റിയിലുള്ള ആരുടെയും വീട്ടിൽ ഇപ്പോൾ കറണ്ട് ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് പോ. അല്ല നിന്റെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നതും ആ ഒരു സമയത്ത് തന്നെ വീട്ടിലെ പവറെല്ലാം കട്ടാവുകയാണ്. അതേസമയം തന്നെ വെളിയിൽ കാണിക്കുമ്പോൾ ഹീറോയുടെ വീട്ടിൽ മാത്രമല്ല അവൻ താമസിക്കുന്ന ആ ഒരു ഏരിയയിലെ എല്ലാ വീടുകളിലെയും പവർ ഒരേ സമയത്ത് കട്ടായി പോകുന്നു.
അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും ശരി എന്താണെന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ കാറും എടുത്തിട്ട് ആ ഒരു സിറ്റിയിലൂടെ ഇങ്ങനെ പോകുന്നതും കുറച്ചു ദൂരം പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് വഴി മനസ്സിലാവാത്തത് കൊണ്ട് തന്റെ കയ്യിലുള്ള ആ ഒരു മാപ്പ് എടുത്തിട്ട് ഈ സിറ്റിയിലെ വഴിയെല്ലാം ഇങ്ങനെ നോക്കാണ്. അതുമല്ല മാപ്പ് നോക്കുന്ന സമയത്ത് അവനൊരു റെയിൽവേ ട്രാക്കിന്റെ അടുത്തായിട്ടാണ് കാർ നിർത്തിയിട്ടുള്ളത്. അപ്പോഴേക്കും പെട്ടെന്ന് അടുത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാറിലിരുന്ന് തന്നെ ആ ഒരു ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അവിടെയുള്ള പോസ്റ്റ് ബോക്സ് ഉണ്ടല്ലോ അത് തനിയെ ഇങ്ങനെ ആടുകയാണ്. ചേട്ടാ ഇതെന്ത് പറ്റി, ഇതിപ്പോ എന്താ തനിയെ ആടുന്നേ എന്ന് പറഞ്ഞ് ഇവൻ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും ഇവന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ടല്ലോ അതിന്റെ ലൈറ്റ് പതി അങ്ങനെ അണയുന്നു. അതിനുശേഷം ആ ഒരു സ്ഥലം നല്ല രീതിയിൽ ഇരുട്ടായിട്ട് പെട്ടെന്ന് തന്നെ അവന്റെ കാറിനടുത്തേക്ക് ഒരു വലിയ വെളിച്ചം അത് ആകാശത്ത് നിന്നും അങ്ങനെ അടിക്കുകയാണ്. അതുമല്ല കുറച്ചു നേരം അതങ്ങനെ കത്തി നിന്നിട്ട് പെട്ടെന്ന് അത് മറഞ്ഞു പോകുന്നു. അപ്പോഴേക്കാണ് അവന്റെ കയ്യിലിരുന്ന ആ ഒരു ടോർച്ച് ലൈറ്റ് വീണ്ടും വീണ്ടും കത്തുന്നതും പെട്ടെന്ന് അവനങ്ങ് പേടിച്ചു പോകും. പേടിച്ച് മൂത്രം ഒഴിച്ചില്ലാന്നേ ഉള്ളൂ. അതിനുശേഷം അവന്റെ കാറിലുള്ള ആ ഒരു റേഡിയോ തനിയെ ഓണായിട്ട് അതിൽ രണ്ടുപേരും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊരുത്തൻ പറയും, ഹേയ് ഞാൻ ഇതുവരെ ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അതുമല്ലാതെ ഇതൊരു വീടിന്റെ സൈസിനെയും കാട്ടി വലുതാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവന്റെ കൂടെ സംസാരിക്കുന്നവരാണെങ്കിൽ ആ അഡ്രസ്സ് എവിടെയെന്ന് പറയും, ഞാൻ എവിടേക്ക് വരുന്നെന്ന് പറയുമ്പോൾ അയാൾ ആ ഒരു അഡ്രസ്സ് പറയുന്നതും ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ കേട്ടിട്ട് അവർ പറഞ്ഞ ആ ഒരു അഡ്രസ്സിലേക്ക് ഹീറോ ഇപ്പോൾ പോവാണ്. അതേസമയം ഒരു ചെറിയ പയ്യൻ ആ വീട്ടിൽ നിന്നിറങ്ങി ഇങ്ങോട്ട് ഓടിയിരുന്നല്ലോ, അവന്റെ അമ്മ ഇപ്പോൾ ആ ഒരു പയ്യനെ തിരക്കി അടുത്തുള്ള ആ ഒരു കാട്ടിലെല്ലാം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ആ ഒരു കാടിനകത്തോടെ ഒരുപാട് ദൂരം നടന്ന് അവസാനം അവരുടെ മകൻ എവിടെയാണെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചു. ആ ഒരു പയ്യനാണെങ്കിൽ കാടെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു റോഡിലേക്ക് കയറി അങ്ങനെ ഓടിപ്പോകുന്നതും ഈ ഒരു സമയത്താണ് നമ്മുടെ ഹീറോ നല്ല സ്പീഡിന് ആ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. അതുപോലെ ഈ ഒരു ചെറിയ പയ്യനെ കണ്ട് ഇരിക്കാനായിട്ട് വരുന്നതും അതിന് മുന്നേ തന്നെ ആ ഒരു പയ്യന്റെ അമ്മ ഓടി വന്നിട്ട് ആ ഒരു പയ്യനെ റോഡിൽ നിന്ന് എടുത്ത് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് കാണുന്ന നമ്മുടെ ഹീറോ ആയാലും കാറ് പെട്ടെന്ന് ഒരിടത്തേക്ക് നിർത്തി ഇവരുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് മോന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. വീണ്ടും ആ ഒരു ചെറിയ പയ്യൻ അവന്റെ അമ്മയുടെ കൈ വിട്ടിട്ട് ആ ഒരു റോഡിന് നടുവിലായിട്ട് ചെന്നിങ്ങനെ നിൽക്കാണ്. എന്നിട്ട് മുകളിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോ ആഹാ ഇവർ നിൽക്കുന്ന ആ ഒരു റോഡിനെ ക്രോസ് ചെയ്ത് 3 ഏലിയൻ ഷിപ്പുകൾ അതിവേഗതയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറകെയാണെങ്കിൽ റോഡ് വഴിയെ ഒരുപാട് പോലീസ് വണ്ടികളും പോകുന്നുണ്ട്. അങ്ങനെ ഇത് കാണുന്ന നമ്മുടെ ഹീറോ ആയാലും അതിന്റെ പുറകെ പോവാന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാറെല്ലാം ഫോളോ ചെയ്തിങ്ങനെ പോവാണ്. അങ്ങനെ ഈ ഒരു ഏലിയൻ ഷിപ്പുകളായാലും അവിടെ നിന്നും പറന്ന് ഒരു മലയുടെ മുകളിലൂടെ പറന്നങ്ങനെ പോകുന്നതും ഈ പോലീസുകാർക്കും ആർക്കും അതിനെ ഫോളോ ചെയ്ത് പോകാനായിട്ട് പിന്നീട് കഴിയുന്നില്ല. അപ്പോൾ പോലീസുകാരായാലും ഇത് മിസ് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഏലിയൻ സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ അതെല്ലാം ഇവിടെ നിന്ന് പോകുന്നതും ഈ ഒരു സിറ്റിയിൽ പോയിരുന്ന ആ ഒരു പവർ തിരിച്ചു വരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് ഉറങ്ങിക്കിടന്ന് അവന്റെ ഭാര്യയെ വിളിച്ച് ഹേയ് പെട്ടെന്ന് എഴുന്നേൽക്ക്, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവളെ വെളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഹേയ് എന്തു പറ്റി, എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആക്സിഡന്റ് ഒന്നും സംഭവിച്ചില്ല, കാറ് പോലെ എന്തോ ഒന്ന് ആകാശത്തോടെ പറന്നു പോകുന്നുണ്ടായിരുന്നു, ബാ പെട്ടെന്ന് വാ എന്നോടൊപ്പം വാ എന്ന് പറയുന്നതും ഇപ്പൊ രാവിലെ 4 മണിയായി, ഈ ഒരു സമയത്ത് എവിടെ പോകാനാണ് എന്ന് ചോദിക്കുന്നതും നീയല്ലേ പറഞ്ഞേ തിയേറ്ററിൽ പോകണമെന്ന്, ശരി എന്തായാലും നിനക്കൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവന്റെ ഭാര്യയെ വിളിച്ച് പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഹീറോയുടെ ഭാര്യനെ മാത്രമല്ല ഉറങ്ങിക്കിടന്ന് തന്റെ 2 കുട്ടികളെയും വിളിച്ചിട്ട് കാറിലേക്ക് പോയിരുന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും അവന്റെ ഭാര്യ പെട്ടെന്ന് വെയിറ്റ്, നിങ്ങളുടെ മുഖത്ത് എന്താ എന്ന് ചോദിക്കുമ്പോൾ അവൻ മുഖം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് അവന്റെ മുഖത്ത് ഒരു പൊള്ളലേറ്റ പാടിങ്ങനെ കാണുന്നത്. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചത് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാല് ആ ഒരു സ്റ്റാർട്ടിങ് സീനില് ആ ഒരു മരുഭൂമി പ്രദേശത്ത് ഒരു മുത്തശ്ശനോട് ഇവർ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ രാത്രിയിൽ ഇതേപോലെ സൂര്യപ്രകാശം പോലെ എന്തോ വന്നിട്ട് മുത്തശ്ശന്റെ മുഖത്തേക്ക് അടിച്ചപ്പോൾ മുത്തശ്ശന്റെ മുഖം പൊള്ളിയെന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഹീറോ ആ ഒരു റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് നിൽക്കുമ്പോഴും അവന്റെ കാറിന് മുകളിലും അതേ പ്രകാശം വന്നിരുന്നു. അങ്ങനെയാണ് ഹീറോയുടെ മുഖത്തും ഇതേപോലെ പൊള്ളലേറ്റത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലായി, ആ ഒരു ഏലിയൻ സ്പേസ് ഷിപ്പിൽ നിന്ന് വരുന്ന ആ ഒരു വെളിച്ചമുണ്ടല്ലോ അത് ഇവരുടെ സ്കിന്നിൽ തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പൊള്ളലേക്കുമെന്ന്. ഓക്കെ അതെല്ലാം പിന്നെ നോക്കാം എന്നും പറഞ്ഞിട്ട് ഹീറോ പെടുന്ന തന്റെ ഫാമിലിയും കൂട്ടി കാർ കൊടുത്തിങ്ങനെ പോകുന്നതും ഇവരിവിടെ നിന്ന് പോകുന്ന ഈ ഒരു കാര്യം അടുത്ത വീട്ടിലെ കണ്ണാടിയിട്ടൊരു ആന്റി അവരിങ്ങനെ കാണുന്നുണ്ട്. കാരണം രാവിലെ 4 മണിക്ക് തന്റെ ഫാമിലിയും കൂട്ടി ഇത്രയും വേഗത്തിൽ ഇയാൾ എവിടേക്കാ പോകുന്നത് എന്നാണ് അവരാലോചിക്കുന്നത്. അങ്ങനെ ഹീറോ ഈ ഒരു ഫാമിലിയും കൂട്ടി അവൻ നേരത്തെ ആ ഒരു റോഡിൽ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു സ്പേസ് ഷിപ്പുകൾ കണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്നിട്ട് ആകാശത്തേക്ക് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കാണ്. പക്ഷെ ഒരു സ്പേസ് ഷിപ്പും ഇവിടേക്ക് വരത്തില്ല. അപ്പോഴേക്കും ഹീറോയുടെ ഭാര്യയാണെങ്കിൽ ഇത് കണ്ടിട്ട് ഇവൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്താൻ വേണ്ടി അവനെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് സ്നേഹിച്ചിട്ട് അവിടെ നിന്ന് അവനെ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ മംഗോളിയയിലുള്ള ഒരു മരുഭൂമി പ്രദേശം കാണിക്കുകയാണ്. അങ്ങനെ കാണിക്കുമ്പോൾ ഒരാൾ ഒട്ടകത്തെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ആ ഒരു മരുഭൂമിയിൽ ഒരു വലിയ കപ്പൽ ഇങ്ങനെ കാണുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സയന്റിസ്റ്റുകളും മറ്റും മനസ്സിലാക്കുന്നതും അവരും പെട്ടെന്ന് കാർ എടുത്ത് ഇവിടേക്ക് വന്ന് ഇങ്ങനെ പരിശോധിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു കപ്പലിനെ പറ്റി പരിശോധിക്കുമ്പോഴും ഈ ഒരു കപ്പലും ബെർമുഡ ട്രയാങ്കിളിൽ കാണാതായിട്ടുള്ള ഒരു പഴയ കപ്പലാണ്. അപ്പോൾ അവിടെ കാണാതായിട്ടുള്ള ആ ഒരു കപ്പൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ ഈ ഒരു സ്ഥലത്ത് എങ്ങനെ കാണപ്പെട്ടു എന്നുള്ള രീതിയിൽ എല്ലാവരും അത്ഭുതത്തോടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ആ ഒരു സ്കിൻ എങ്ങനെ മാറി എന്നുള്ള കാര്യം കണ്ണാടിയിൽ ഇങ്ങനെ നോക്കാണ്. അതുമല്ല, അന്ന് ആ ഒരു വെളിച്ചം തട്ടിയത് കൊണ്ട് തന്നെ അവൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം ചുവപ്പ് കളറായിട്ട് മാറിയിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഹീറോ അടുത്തുള്ളൊരു ഷേവിങ് ക്രീം എടുത്ത് അവൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് അത് അവൻ്റെ ഭാര്യ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഹേയ്, ഇത് കണ്ടാൽ നിനക്ക് എന്താ തോന്നുന്നത്? ഇതുപോലെയാണ് ആ ഒരു ഏലിയൻ സ്പേസ് ഷിപ്പ് ഉണ്ടായിരുന്നത്. നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ദേ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് എന്താ തോന്നുന്നത് എന്നെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറയും എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അതേസമയം തന്നെ ഹീറോയുടെ മകനായാലും ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് അച്ഛൻ പറഞ്ഞത് ശരിയാണോ, ആ ഒരു സ്പേസ് ഷിപ്പ് അച്ഛൻ കണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയുടെ ഭാര്യ ഇത് കേട്ടിട്ട് ഏയ്, നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് അവരെ പേടിപ്പിക്കരുതെന്ന് എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. സത്യം പറഞ്ഞാൽ അവൾ ഒരിക്കലും ഹീറോ ആ ഒരു ഏലിയൻ സ്പേസ് ഷിപ്പ് കണ്ട ആ ഒരു കാര്യം അവളോട് പറഞ്ഞല്ലോ, അതൊരിക്കലും അവൾ വിശ്വസിച്ചിട്ടില്ല. അതുമല്ല തൻ്റെ കുട്ടികളോടും ആ ഒരു കാര്യം പറയുന്നുണ്ട്. അച്ഛൻ പറയുന്നത് ഒന്നും വിശ്വസിക്കരുത്, അതെല്ലാം വെറുതെ ആണെന്നെല്ലാം പറയുന്നതും അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഈ ഒരു സയൻറ്റിസ്റ്റുകളെല്ലാം സ്പേസ് ഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സൈഡ് ഉണ്ടല്ലോ, അവിടെയുള്ള ആളുകളും ഈ ഒരു സ്പേസ് ഷിപ്പ് കണ്ടതായിട്ട് ഇവർ മനസ്സിലാക്കി എല്ലാവരും ഇന്ത്യയിലേക്ക് വരികയാണ്. അതുപോലെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആണെങ്കിൽ ഒരു ധർമ്മശാലയുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു സന്യാസിയുടെ ഗെറ്റപ്പിലെ അവിടെയുള്ള ഒരുപാട് പേരുടെ മുന്നിലേക്ക് ചെന്ന് കൈയെല്ലാം ഇങ്ങനെ നൂത്തുവെച്ച് എന്തോ ഒരു പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയം അവൻ്റെ മുന്നിലിരിക്കുന്ന 100ഓളം ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോറസ് പോലെ ഒരു മന്ത്രം വീണ്ടും വീണ്ടും ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൗണ്ടാണ് ഇവർക്ക് കേട്ടതെന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങനെ മന്ത്രം പോലെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യമാണെങ്കിൽ സയൻറ്റിസ്റ്റുകൾ റെക്കോർഡും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ സയൻറ്റിസ്റ്റ് നേരെ ആ ഒരു സന്യാസി പോലെ നിന്നല്ലോ അയാളുടെ അടുത്തേക്ക് ചെന്ന് അല്ല, നിങ്ങൾ പറയുന്ന ഈ ഒരു മന്ത്രമല്ലേ, ഈ ഒരു സൗണ്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കേട്ടത്, അതിനെപ്പറ്റി നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നിങ്ങനെ ചോദിക്കുന്നതും അയാൾ ഈ ഒരു സയൻറ്റിസ്റ്റുകളോട് മറുപടിയൊന്നും പറയാതെ അവിടെയുള്ള 100ഓളം ആളുകളെ നോക്കി ആ ശബ്ദം എവിടെ നിന്നാണ് വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും അവരെല്ലാവരും പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കൈ കാണിക്കുന്നു. അടുത്ത ദിവസം തന്നെ യുണൈറ്റഡ് നേഷൻ മെമ്പേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് അവർ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു മീറ്റിംഗ് അങ്ങനെ കൂടുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയൊരു സൗണ്ട് കേട്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇന്ത്യയിൽ നിന്ന് കണ്ടുപിടിച്ച ആ ഒരു സൗണ്ടിനെ പറ്റിയാണ് ഇവരോടൊപ്പം പറഞ്ഞു കൊടുക്കുന്നത്. അതുമല്ല, ആ ഒരു സൗണ്ട് കണ്ടുപിടിച്ച ആ ഒരു സയൻറ്റിസ്റ്റിനെ എല്ലാവരും അഭിനന്ദിക്കുകയെല്ലാം ചെയ്യാണ്. അപ്പോൾ ആ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് ഗ്ലാഡ് എന്നാണ്. അപ്പോഴേക്കും ആ ഒരു സയൻറ്റിസ്റ്റ് സംസാരിക്കുന്ന സമയത്താണ് അവൻ പറയുന്നത്, ഞാനിപ്പോൾ നിങ്ങളോട് പുതിയൊരു കാര്യം ഷെയർ ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ഇന്ത്യയിൽ കണ്ടുപിടിച്ച ആ ഒരു സൗണ്ട് അതിന് പിന്നിലെ എന്തോ ഒരു കാര്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു കാര്യം വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഞങ്ങളുടെ ടീമും വിശ്വസിക്കുന്നത്. അതുമല്ലാതെ സോൾട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ ചെവി ഏൽക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് അവർക്ക് മ്യൂസിക് പഠിക്കണമെന്നും പറഞ്ഞ് കുറേ സൈനുകളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ ഒരു സൈനും ഇവിടെ നിന്ന് കേട്ട ആ ഒരു ശബ്ദം ഇത് രണ്ടും മാച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു മെസ്സേജ് ആണെന്ന് പറഞ്ഞിട്ട് കൈ വെച്ച് തന്നെ ആ ഒരു സൈൻ ഉണ്ടല്ലോ അതിങ്ങനെ പ്ലേ ചെയ്ത് ഇവരുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ ആ ഒരു സൗണ്ട് റേഡിയോ ടെലിസ്കോപ്പ് സ്റ്റേഷനിൽ കൊടുത്ത് അതിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻ എടുക്കാൻ കഴിയോ ഇല്ലയോ എന്നിങ്ങനെ ചോദിക്കുന്നതും അതവർ കമ്പ്യൂട്ടറിലേക്ക് ഇട്ട് നോക്കുമ്പോഴത്തേക്കാണ് സീരിയൽ നമ്പർ പോലെ ഒരുപാട് നമ്പറുകൾ ഇങ്ങനെ വരുന്നു. അത് കണ്ട ഒരു സയൻറ്റിസ്റ്റ് പെട്ടെന്ന് പറയും, ആദ്യത്തെ നമ്പർ ഡിഗ്രിയാണ് സൂചിപ്പിക്കുന്നത്, രണ്ടാമത്തെ നമ്പർ നിമിഷം, മൂന്നാമത്തെ നമ്പർ സെക്കൻഡ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പറെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു നമ്പറെല്ലാം വെച്ചിട്ട് ഭൂമിയിലുള്ള ഏതോ ഒരു ലൊക്കേഷനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മാപ്പ് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ മാപ്പ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു മാപ്പിൽ ആ ഒരു നമ്പറെല്ലാം വെച്ചിട്ട് ബയോമിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തെയാണ് ഈ ഒരു മാപ്പിൽ കാണിക്കുന്നത്. അതേസമയം കാണിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ പയ്യൻ അവരുടെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോയത് കണ്ടിരുന്നല്ലോ. ആ ഒരു പയ്യൻ്റെ വീട്ടിലെ ആ ഒരു ചെറിയ പയ്യൻ്റെ അമ്മ ഒരു ഡ്രോയിങ് ആർട്ടിസ്റ്റാണ്. അവളാണെങ്കിൽ ത്രികോണ രൂപത്തിലുള്ള ഒരു മല ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഹീറോ റോയിക്കും ട്രയാങ്കിൾ ഷേപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ബാത്റൂമിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഷേവിങ് ക്രീം കയ്യിൽ വെച്ചിട്ട് ആ ഒരു ത്രികോണ രൂപത്തിലാക്കി അവൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലേഡി ഭ്രാന്ത് പിടിച്ചതുപോലെ ഈ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലേഡിയുടെ മകനുണ്ടല്ലോ, ആ ഒരു പയ്യനും അവൻ കളിക്കുന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതിലേ ഈ ഇന്ത്യയിൽ നിന്ന് കേട്ട ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ട് അങ്ങനെ പ്ലേ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു പയ്യൻ ഇന്ത്യയിലേക്കും പോയിട്ടില്ല, അതേപോലെ തന്നെ ക്ലോഡ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ആ ഒരു മീറ്റിങ്ങിലും പങ്കെടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മ്യൂസിക്കിനെ പറ്റി ഈ ഒരു ചെറിയ പയ്യൻ എങ്ങനെ അറിയാം? അതേസമയം അവൻ്റെ അമ്മയെ കാണിക്കുമ്പോൾ ഇപ്പോൾ ഈ ത്രികോണ രൂപത്തിലുള്ള ആ ഒരു മലകൾ ഒരുപാട് വരച്ചു വെച്ചിട്ട് ഇപ്പോഴാണ് അവർക്ക് ബോധം തിരിച്ചു വന്നത് നോർമൽ അവസ്ഥയിലേക്കായിട്ട്. ചേട്ടാ ഞാൻ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ വരച്ച ഡ്രോയിങ് എല്ലാം വെളിയിലേക്ക് കൊണ്ടുവന്ന് ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ തട്ടുകയും ചെയ്യുന്നു.
അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആകാശത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതുമല്ലാതെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു. കൂടാതെ വലിയൊരു വെളിച്ചവും. അങ്ങനെ അത് ഇവര് കണ്ടുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് ആ ഒരു ചെറിയ പയ്യനാണെങ്കിൽ അതിലേക്ക് നോക്കി നല്ല രീതിയിൽ ചിരിക്കുകയാണ്. പക്ഷെ ഇത് കാണുമ്പോഴത്തേക്ക് ആ ഒരു അമ്മയ്ക്കാണെങ്കിലും നല്ല രീതിയിൽ പേടിയായിട്ട് ഓടി വീടിനകത്തേക്ക് ചെന്നിട്ട് തന്റെ മകനെ ഒരു റൂമിലേക്ക് ആക്കി ജനാലയും വാതിലും എല്ലാം നല്ലതുപോലെ അടയ്ക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ചെറിയ പയ്യനെയും കൊണ്ട് നേരെ കിച്ചണിന്റെ അടുത്തേക്ക് ചെന്ന് അവനിങ്ങനെ ഒളിപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുന്നതും ആകാശത്ത് കണ്ട ആ ഒരു വെളിച്ചം ഇപ്പോൾ ഇവരുടെ വീടിനടുത്തേക്ക് വന്നു. കാണിക്കുമ്പോഴത്തേക്കും ഭൂമി തന്നെ ഇപ്പോൾ പതിയെ കുലുങ്ങാൻ തുടങ്ങാണ്. അതുമല്ല വീട്ടിലെ വാഷിംഗ് മെഷീൻ, മിക്സി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്രിഡ്ജ്, ഇതെല്ലാം നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലേഡിയാണെങ്കിൽ വെളിയിൽ നിന്ന് വരുന്ന ആ ഒരു വെളിച്ചത്തെ നോക്കി പേടിച്ചങ്ങനെ ഇരിക്കുന്നതും ആ ഒരു ചെറിയ കുട്ടിയുണ്ടല്ലോ അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഡോറിന് താഴെയായിട്ട് ചെറിയൊരു ഹോളുണ്ട്. അതുവഴി ഈ ഒരു വെളിച്ചം പോകുന്ന ആ ഒരു സ്ഥലത്തേക്ക് മുട്ടിലഴഞ്ഞിങ്ങനെ പോവാണ്. ഇത് കാണുന്നതും ആ ഒരു ലേഡി പുറകെ വന്നിട്ട് ആ ഒരു ചെറിയ പയ്യനെ പിടിച്ച് വലിച്ച് തിരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പുറത്ത് നിന്നും എന്തോ ഒന്ന് ആ ഒരു ചെറിയ പയ്യനെ വലിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. അതുമല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സൗണ്ടും വെളിച്ചവും പെട്ടെന്ന് നിൽക്കുന്നതും ഈ ഒരു സ്ത്രീ ആണെങ്കിലും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു വെളിച്ചത്തിനടുത്ത് ഓടി ചെല്ലുമ്പോൾ അത് ആ ഒരു ചെറിയ പയ്യനെയും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ പോലീസിനോട് ആ ഒരു ലേഡി ഈ ഒരു കംപ്ലൈന്റ് തന്റെ മകനെ കാണാനില്ല എന്നുള്ള രീതിയിൽ ഒരു പരാതി കൊടുത്തു. അതുമല്ലാതെ എന്തോ പറന്നു വന്നെന്നും ശബ്ദം കേട്ടെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലേഡിയെ അമേരിക്കൻ എയർഫോഴ്സ് ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവിടെയാണെങ്കിലും പ്രസ്സും മീഡിയ എല്ലാവരും കൂട്ടത്തോടെ വന്നിട്ട് ഈ ഒരു ലേഡിയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും ആ ഒരു കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും ആ ഒരു ലേഡിയെ കാണുമ്പോഴത്തേക്കും ആ ഒരു ലേഡി നമ്മുടെ ഹീറോയെ കാണുന്നു. അത് കഴിഞ്ഞ് ആ ഒരു പ്രസ് മീഡിയ ഉണ്ടല്ലോ അവരോട് പറയും എന്റെ മകന്റെ പേര് ക്യാരി എന്നാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ഒരു മീറ്റിംഗ് കൂടുമ്പോഴത്തേക്കും ഏതോ ഒരു ലൊക്കേഷനിൽ ഒരു പറക്കം തളിക പറന്നു എന്നും പറഞ്ഞിട്ട് ആരോ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്ത് വെച്ച് ഇതിനെപ്പറ്റി നമ്മൾ നല്ലതുപോലെ അന്വേഷിക്കണം എന്ന് പറയുന്നത് ആ മീറ്റിങ്ങിലിരുന്ന മറ്റൊരാള് അവിടെ ഇരിക്കുന്ന ഒരു പ്ലേറ്റ് എടുത്ത് കയ്യിലേക്ക് വെച്ചിട്ടാണ് ദേ ഈ ഒരു പ്ലേറ്റാണ് ആ ഒരു ഫോട്ടോയിലുള്ളത്. ഈ ഒരു പ്ലേറ്റ് എടുത്ത് മുകളിലേക്ക് എറിഞ്ഞ് അത് താഴെ വീഴുന്നതിന് മുന്നേ നല്ലതുപോലെ ആരോ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണ് എല്ലാവരും പറയുന്നത് ഇത് ഏലിയൻ സ്പേസ്ഷിപ്പ് ആണെന്നല്ല. അതുപോലെ ഈ ഒരു ഫോട്ടോ എടുത്ത ആളാണെങ്കിലോ ഈ ഫോട്ടോ വെച്ച് ഏകദേശം $60 ലക്ഷം സമ്പാദിക്കുകയും ചെയ്തു. അതുപോലെ അത് ഈ ഒരു ഫോട്ടോ എടുത്തത് ഒരു മൂവി എടുക്കുന്ന സമയത്താണ് എന്നെല്ലാം അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം തന്നെ എയർഫോഴ്സിൽ ചേർന്ന ഒരു ഓഫീസർ ഞാൻ 15 വർഷമായിട്ട് എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്ര നാളായിട്ട് എൻ്റെ സർവീസിൽ ആകാശത്ത് ഞാൻ എയ്റോപ്ലെയിൻ അല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ പറയുന്നത് പോലെ സ്പേസ്ഷിപ്പ് ഇങ്ങനെയുള്ള ഒന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ്ഷിപ്പ് എന്നെല്ലാം പറയുന്നത് വെറും കെട്ടുകഥ മാത്രമാണ്, ആരും അതൊന്ന് വിശ്വസിക്കരുതെന്ന് അയാളും ഇങ്ങനെ പറയുന്നു. അതേസമയം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയും ഇപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ തന്നെയാണ് ഉള്ളത്. അതുമല്ല അവൻ്റെ കയ്യിലുള്ള ഒരു ന്യൂസ് പേപ്പറിൽ പെൻസിൽ കൊണ്ട് ആ ത്രികോണ രൂപത്തിലുള്ള ആ ഒരു മലയുണ്ടല്ലോ അതിങ്ങനെ വീണ്ടും വരച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഷേപ്പിലുള്ള മലയെ പറ്റിയാണ് തോന്നിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ പോലും അറിയാതെ അവനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഒരു ടീമിനെ റെഡിയാക്കാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇവർ ഈ നമ്പരെല്ലാം വെച്ചിട്ട് ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിരുന്നല്ലോ അവിടേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി. അങ്ങനെ ആ ഒരു ടീമിനെ റെഡിയാക്കിയിട്ട് അവിടേക്ക് പറഞ്ഞയക്കുന്നത്. അതേസമയം അന്നത്തെ രാത്രി നമ്മുടെ ഹീറോ റോയി അവൻ്റെ വീട്ടിലിരുന്ന കളിമണ്ണെല്ലാം ഉപയോഗിച്ചിട്ട് അവൻ ഇത്രയും നേരം വരച്ചുകൊണ്ടിരുന്ന ആ ഒരു മലയുണ്ടല്ലോ അതിപ്പോൾ ആ ഒരു കളിമണ്ണ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അതുമല്ലാതെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഈ ഒരു ഏലിയൻ സ്പേസ്ഷിപ്പിനെ പറ്റിയുള്ള ന്യൂസ് പേപ്പറിൽ വന്ന ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം കട്ട് ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് എന്ത് തോന്നിയെന്നറിയത്തില്ല ആ ഒരു പേപ്പറെല്ലാം ചുരുട്ടി ഇങ്ങനെ കളയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ രാത്രിയിൽ അവൻ കളിമണ്ണ് വെച്ചിട്ട് ആ ഒരു മല ഉണ്ടാക്കിയില്ലേ അതിൻ്റെ മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്ത് അങ്ങനെ എടുക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ആ ഒരു മുറിച്ചെടുത്ത ഭാഗത്തിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അത് എന്ത് ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങനെ നോക്കിയിരിക്കുന്നു. അതേസമയം തന്നെ അടുത്ത റൂമിൽ ഉറങ്ങിക്കിടന്ന ഹീറോയുടെ ഭാര്യ, കുട്ടികൾ ഇവരെല്ലാവരും എന്തോ ശബ്ദം കേട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ജനാലയുടെ വെളിയിൽ നമ്മുടെ ഹീറോ ഇവരുടെ വീടിന് വെളിയിൽ നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വേരോടെ തന്നെ പൊഴുതെടുക്കാണ്. ഷടാ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ജനാല തുറന്ന് ഹീറോയോട് ചോദിക്കും, ഹേയ് നിങ്ങൾ എന്തായി ചെയ്യുന്നേ, നല്ലതുപോലെ ഉണ്ടായിരുന്ന ആ ഒരു ചെടിയെല്ലാം വലിച്ചു പൊഴുത് എന്തിനാ കളയുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, അടങ്ങിയിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും എന്നെല്ലാം പറഞ്ഞിട്ട് അവനെന്താ ചെയ്യുന്നത് വെച്ചാൽ വേരോടെ പൊഴുതെടുത്ത ആ ഒരു ചെടികളുണ്ടല്ലോ അതെല്ലാം ജനാല വഴി വീടിനകത്തേക്ക് ഇടുന്നു. അതുമല്ലാതെ അവിടെയുള്ള മണ്ണ് ഷവൽ ഉപയോഗിച്ചിട്ട് അങ്ങനെ കോരി അകത്തേക്ക് ഇടുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് വന്ന ഹീറോയുടെ മകള് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ അച്ഛാ എൻ്റെ റൂമിലേക്കും കുറച്ച് മണ്ണ് വാരി ഇടാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുന്നതും അവനാണെങ്കിലും പെട്ടെന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ വെളിയിലുള്ള ചുടുകട്ടയുണ്ടല്ലോ അതെല്ലാം എടുത്തകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ഒരു ഭാര്യ വന്നിട്ട്, ഹേയ് നിങ്ങൾ എന്താ ഈ ഒരു ഭ്രാന്തിനെ പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ
എനിക്കിപ്പോൾ ഒന്നും പറയാൻ സമയമില്ല, ഞാൻ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യം അതെന്താണെന്ന് മാത്രമേ നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെടുത്ത ആ ഒരു ചുടുകട്ടയെല്ലാം വീണ്ടും ജനാല വഴി അകത്തേക്ക് തന്നെ ഇടുകയാണ്. അപ്പോഴേക്കും അവൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഹേയ് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യമെല്ലാം കണ്ടിട്ട് എനിക്ക് നല്ലതുപോലെ പേടിയാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഹേയ് നീ പേടിക്കണ്ട ഡാർലിംഗ്, അതെല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഹീറോ ആ ഒരു കാര്യം വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഹീറോയുടെ ഭാര്യയാണെങ്കിൽ കുട്ടികളെയും കൂട്ടി കാറിലേക്ക് ഇരുന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോകണമെന്ന് പറയുന്നതും ഹീറോ ചോദിക്കും, അല്ല എവിടേക്കാണ് പോകുന്നത്? എൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ ഹീറോ സമ്മതിക്കാതെ കാറിന് മുകളിലേക്ക് ഇരിക്കുന്നതും അവനെ തള്ളിക്കളഞ്ഞാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഹീറോ ആണെങ്കിലും ഓക്കെ അവൾ പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീടിനകത്തേക്ക് കയറിയിട്ട് അവൻ അകത്തേക്കിട്ട ആ ഒരു മണ്ണും ചെടിയെല്ലാം വെച്ച് അവൻ കണ്ടതുപോലെ ആ ഒരു മല വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കാണ്. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ബോധം തിരിച്ചു വന്നതുപോലെ, ചേട്ടാ ഞാൻ എന്തായി ചെയ്യുന്നത്, എനിക്ക് എന്താ പറ്റിയേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു. അതേസമയം അവൻ്റെ വീട്ടിലെ ആ ഒരു ടി വിയിൽ ഇപ്പോൾ ഒരു ന്യൂസ് ഓടുകയാണ്. ബയോമിങ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഡെവിൽ ടവർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, അവിടെയുള്ള ഒരു മല ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു മല കാണിക്കുന്നതും എന്താണ് ഷോക്കായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ടി വിയിൽ കാണിക്കുന്ന മലയും ഇപ്പോൾ നമ്മുടെ ഹീറോ ഈ ഒരു കളിമണ്ണെല്ലാം വെച്ചുണ്ടാക്കിയ ഈ ഒരു മലയും ഒരേപോലെ ഇരിക്കുകയാണ്. അതേസമയം അതേ ന്യൂസ് കണ്ട ഗ്യാരി എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യൻ്റെ അമ്മയുണ്ടല്ലോ, അവരും പെട്ടെന്ന് ഷോക്കാവുകയാണ്. കാരണം അവളാണെങ്കിലും അറിയാതെ വരച്ച ആ ഒരു ഡ്രോയിങ്ങും ടി വിയിൽ കാണിക്കുന്ന ഈ ഒരു മലയും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ആ ഒരു ഏലിയൻ സ്പേസ്ഷിപ്പിൽ നിന്ന് വന്ന ആ ഒരു വെളിച്ചമുണ്ടല്ലോ, അത് ഇവരുടെ രണ്ടുപേരുടെയും മുകളിലാണ് തട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഗ്യാരി എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യൻ്റെ മുകളിലും. അതുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു മലയെ പറ്റിയുള്ള കാര്യം മാത്രം മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ തൻ്റെ കാറും എടുത്തിട്ട് ആ ഒരു മലയുള്ള സ്ഥലമുണ്ടല്ലോ ആ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ പോവാണ്. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഗവൺമെൻറ് ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് വിഷവായു എന്തോ പകർന്നു പിടിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാതെ പറഞ്ഞു വിടുകയാണ്. പക്ഷെ നമ്മുടെ ഹീറോ അതൊന്നും കാര്യമാക്കാതെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഹീറോ വിചാരിച്ചതുപോലെ തന്നെ ഗ്യാരി എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യൻ്റെ അമ്മയുണ്ടല്ലോ ആ ഒരു ലേഡിയും അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ലേഡിയെ കാണുന്നത് നമ്മുടെ ഹീറോയ്ക്ക് നല്ല സന്തോഷമായി. കാരണം ഇവർ രണ്ടുപേരും കാണുന്നത് ഒരേ കാര്യമാണ്. അതുകൊണ്ട് രണ്ടുപേരും എന്തായാലും ആ ഒരു മലയുടെ അടുത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് പോകാനായിട്ട് വരുമ്പോൾ അവിടെയുള്ള ആ ഒരു ആർമി സോൾജേഴ്സ് അവരാരും ഇതിന് മുകളിലേക്ക് പോകാനായിട്ട് സമ്മതിക്കത്തില്ല. പക്ഷേ അതൊന്നും കേൾക്കാതെ നമ്മുടെ ഹീറോയും ആ ഒരു പെണ്ണും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ അവിടെയുള്ള വേലിയെല്ലാം തകർത്ത് ആ ഒരു മലയുള്ള ഭാഗമുണ്ടല്ലോ അവിടേക്ക് കാർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. അത് കഴിഞ്ഞ് കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കും പിന്നീട് അങ്ങോട്ട് കാർ ഓടിക്കാൻ കഴിയത്തില്ല. അങ്ങനെ രണ്ടുപേരും ഇറങ്ങി നടന്ന് ആ ഒരു മലയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ആ ഒരു മലയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് ആ ഒരു മലയുടെ അടുത്തേക്ക് പോകാമെന്നും പറഞ്ഞ് ഇവരിങ്ങനെ തീരുമാനിക്കുന്നതും പെട്ടെന്ന് ഗ്ലാഡ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടല്ലോ അയാളുടെ ടീം അവിടേക്ക് വന്ന് ഇവരെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് ഇവരെ രണ്ടുപേരും പിടിച്ചോണ്ട് പോയിട്ടാണ് ആ ഒരു ഗ്ലാഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പറയുന്നത്, ഹേയ് നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നേ, ഇവിടെ വിഷവായു അധികമായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഹേയ് അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് ഈ ഒരു മലയുടെ രൂപം മാത്രം എപ്പോഴും എൻ്റെ മൈൻഡിൽ വന്നുകൊണ്ടേയിരിക്കുന്നു, അതുകൊണ്ടാണ് അത് കാണാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോഴേക്കാണ് ആ ഒരു ഗ്ലാഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ചോദിക്കുന്നത്, ഓ അങ്ങനെയാണെങ്കിൽ ആ ഒരു പറക്കും തളിയിൽ നിന്നുള്ള ആ ഒരു വെളിച്ചം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതേ കണ്ടു, ഞാൻ മാത്രമല്ല എന്നോടൊപ്പം വന്ന ആ ഒരു ലേഡിയില്ലേ അവരും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോ ആ ഒരു ലേഡി അതേപോലെ തന്നെ മറ്റൊരുപാട് പേര് അവരെല്ലാവരെയും പ്രത്യേകതരം മാസ്ക് എല്ലാം ഇട്ട് ഒരു വണ്ടിക്കകത്തേക്ക് കയറ്റി ഇങ്ങനെ ഇരുത്തുന്നതും നമ്മുടെ ഹീറോ ആ ഒരു ലേഡിയോട് പറയും, ഇവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല, നമുക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു സോൾജേഴ്സിനെല്ലാം പറ്റിച്ച് അവിടെ നിന്ന് ആ ഒരു മലയുടെ മുകളിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ രാത്രിയാവുന്നതും ആ ഒരു മലയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെയുള്ള ഗവൺമെൻറ് താഴെ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതും അവിടെ രഹസ്യമായിട്ട് ഒരു റിസർച്ച് സെൻറ്റർ തന്നെ നടത്തുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം കണ്ട് രണ്ടുപേരും അത്ഭുതത്തോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആകാശത്ത് വലിയ രീതിയിലൊരു വെളിച്ചം കാണുന്നു. അങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവരിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിപ്പോൾ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ ഒരു 3 ഏലിയൻ സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ ആ ഒരു ഏലിയൻ ഷിപ്പുകളാണ് ഇപ്പോൾ അവിടേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് അത് 3 താഴേക്ക് ഇറങ്ങുന്നതും അവിടെയുള്ള സയൻറ്റിസ്റ്റുകൾ അതേപോലെ തന്നെ 1-2 ന്യൂസ് ചാനൽസ് ഇവരെല്ലാവരും ആ ഒരു കാര്യമെല്ലാം റെക്കോർഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അതേസമയം അവിടെയുള്ള സയൻറ്റിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ അതിപ്പോൾ ഇവിടെ പ്ലേ ചെയ്ത് കേൾപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു സൗണ്ട് കേൾക്കുന്നതും ഈ ഒരു 3 ഏലിയൻ സ്പേസ് ഷിപ്പും അവിടെ നിന്ന് പെട്ടെന്ന് പറന്നു പോകുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഒരു വലിയ സ്പേസ് ഷിപ്പ് ആ ഒരു റിസർച്ച് സെന്ററിന്റെ മുകളിലേക്ക് വന്നിങ്ങനെ നിൽക്കാണ്. ഇത് കാണുമ്പോഴത്തേക്കും അവിടെ നിന്ന് എല്ലാവരും വായും തുറന്ന് അത് നോക്കി ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ നല്ലതുപോലെ അന്തം വിട്ട് വായും തുറന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ അവിടേക്ക് വന്ന ആ ഒരു വലിയ ഏലിയൻ ഷിപ്പാണെങ്കിലും താഴെ ഇവർ പ്ലേ ചെയ്ത ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ അതുപോലെയുള്ള മറ്റൊരു മ്യൂസിക് തിരിച്ച് ഇവർക്കും പ്ലേ ചെയ്ത് കേൾപ്പിക്കുകയാണ്.
അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ ഒരു സ്പേസ് ഷിപ്പ് പതിയെ തുറന്നിട്ട് അതിനകത്ത് നിന്ന് ഒരുപാട് മനുഷ്യർ താഴേക്ക് ഇറങ്ങി വരുന്നു. സത്യത്തിൽ ഇവരെല്ലാവരെയും ആ ഒരു സിറ്റിയിൽ നിന്നും കാണാതായതാണ്. അപ്പോൾ ഈ ഒരു സ്പേസ് ഷിപ്പാണ് ഇവരെല്ലാവരെയും എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവരെ തിരിച്ചും കൊണ്ടുവിട്ടിട്ടുള്ളത്. അതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ 1945 കാണാതായിട്ടുള്ള ആ ഒരു ഫ്ലൈറ്റുകൾ, അതേപോലെ തന്നെ മരുഭൂമിയിൽ കണ്ട ഒരു വലിയ കപ്പൽ, അതിൽ നിന്ന് കാണാതായിട്ടുള്ള പൈലറ്റ്, ക്യാപ്റ്റന്മാർ, ഇവരെയൊക്കെയാണ് ഇപ്പോൾ തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവിടുന്നത്. അതുമല്ലാതെ ക്യാരി എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, അവനിപ്പോൾ അവിടെ നിന്ന് ചാടി കളിച്ചല്ല ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അത് കാണുന്നത് അവൻ്റെ അമ്മ ഓടി വന്നിട്ട് അവനിങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നിന്നും ഈ ഒരു ഏലിയൻസിൻ്റെ കുട്ടികൾ പോലെ ചെറിയ ഏലിയൻസ് ഉണ്ടല്ലോ, അത് ഒരുപാടെണ്ണം വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അതേസമയം ഈ ഒരു ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് മാസ്ക് എല്ലാം കൊടുത്തിട്ട് കുറച്ച് പേരെ ഇങ്ങനെ മാറ്റി നിർത്തിയിരുന്നല്ലോ, ആ ഒരു വെളിച്ചം തട്ടിയവർ, അവർക്കെല്ലാവർക്കും പ്രത്യേക സ്യൂട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് അവരെല്ലാവരെയും വരി വരിയായിട്ട് ഇങ്ങനെ നിർത്തുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് വന്ന ആ ഒരു കുട്ടി ഏലിയൻസ് എല്ലാം ഇവരെല്ലാവരെയും നല്ലതുപോലെ ഇങ്ങനെ നോക്കിയിട്ടാണ് അതിനിടയിൽ നിന്നും നമ്മുടെ ഹീറോയെ അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അതേസമയം നല്ല ഉയരമുള്ള ഒരു ഏലിയൻ നേരെ നമ്മുടെ ഹീറോയുടെ മുന്നിലേക്ക് വന്നിങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലും എന്തോ മൈൻഡിൽ തോന്നിയതുപോലെ അവൻ്റെ കൈ ഇങ്ങനെ ഒരു സൈൻ ലാംഗ്വേജ് പോലെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ആ ഒരു മ്യൂസിക്കിലും അവർ ആ ഒരു സൈൻ ലാംഗ്വേജ് ആയിട്ട് കാണിച്ചത്. അങ്ങനെ ഈ ഒരു കാര്യം ഏലിയനെ നോക്കി നമ്മുടെ ഹീറോ ഇങ്ങനെ ചെയ്യുന്നതും തിരിച്ച് ആ ഒരു ഏലിയൻ ആണെങ്കിലും അതിൻ്റെ കൈ വെച്ച് ഹീറോ ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ച് ചെയ്യുകയും ചെയ്യുന്നു. അതുമല്ലാതെ ആ ഒരു ഏലിയൻ ചിരിക്കുകയും കൂടി ചെയ്യുമ്പോഴത്തേക്കും ഭൂമിയിൽ നിൽക്കുന്ന ഈ ഒരു സയൻറ്റിസ്റ്റുകളുണ്ടല്ലോ, അവർക്കെല്ലാവർക്കും നല്ല സന്തോഷമായി. അതിനുശേഷം നമ്മുടെ ഹീറോയെ മാത്രം എടുത്തുകൊണ്ട് ആ ഒരു ഏലിയൻ ഷിപ്പ് അവിടെ നിന്ന് പറന്നു പോകുന്നു. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. സത്യത്തിൽ ഈ ഒരു മൂവിയിൽ എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഏലിയൻസും നമ്മുടെ മനുഷ്യരെ പോലെ തന്നെയാണ്. അത് നമ്മളോടൊപ്പം നല്ലതുപോലെ അടുത്ത് ഇടപഴകി നമ്മളെ പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളതും ഒരുപാട് പേരെ ആ ഒരു സ്പേസ് ഷിപ്പിൽ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പോൾ കണ്ടു തീർന്നിട്ട് ഇതെല്ലാം നമുക്ക് അറിയാത്തതാണോ, ഇതുപോലെ കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നെല്ലാം പറയുന്നവരോട് സത്യത്തിൽ ഈ ഒരു മൂവി ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയതല്ല, 1977 ഇറങ്ങിയതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോഴത്തേക്കും അന്നത്തെ ആളുകൾക്ക് ഇതൊരു പുതിയ കാര്യവും ഒരു പുതിയ അറിവും തന്നെയാണ്. അതുകൊണ്ട് അതും കൂടി മനസ്സിലാക്കി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.